കായംകുളത്തെ വ്യാപാര സ്ഥാപനങ്ങളിൽ വ്യാപക മോഷണം. കായംകുളം സസ്യ മാർക്കറ്റിന് സമീപത്തുള്ള ബാബുവിന്റെ കടയിൽ നിന്നും മോഷ്ടാക്കൾ 5000 രൂപ കവർന്നു. CCTV ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിൽ ലഭിച്ചു. വ്യാഴാഴ്ച പുലർച്ചെ 1 മണിയോടെയാണ് കായംകുളം നഗരത്തിലെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം നടന്നത്. കായംകുളം സസ്യ മാർക്കറ്റിന് സമീപമുള്ള ബാബുവിന്റെ കടയിൽ നിന്നും 5000 രൂപ മോഷ്ടാക്കൾ കവർന്നു. വിട്ടളദാസ്, അച്യുതപ്രകാശ്, സന്തോഷ് കിണി, ജി പ്രസാദ്, മനോജിന്റെ മരുന്നുകട, സുലൈമാൻ എന്നിവരുടെ സ്ഥാപനങ്ങളിൽ മോഷണ ശ്രമം നടന്നു. സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലെ CCTV ക്യാമറകൾ തിരിച്ചുവെച്ചാണ് മോഷണം നടത്തിയത്. പ്രദേശത്ത് രാത്രി പെട്രോളിംഗ് അടക്കം കർശനമാക്കണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം. കായംകുളം മാർക്കറ്റിലുള്ള 7ഓളം കടകളിൽ ഇന്നലെ രാത്രി മോഷണം നടന്നു. ഓടിളക്കിയും ഷീറ്റുകൾ കട്ട് ചെയ്തുമാണ് ഈ കടകളിൽ മോഷണം നടന്നേക്കുന്നത്. ഇത് സംബന്ധിച്ച് കായംകുളം പോലീസിൽ പരാതി നൽകി പോലീസ് വന്ന് പരിശോധന നടത്തുകയും ചെയ്തു. വരും ദിവസങ്ങളിൽ ശക്തമായ പെട്രോളിംഗ്, കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ, കഴിഞ്ഞ ആഴ്ചകളിൽ തന്നെ നമ്മുടെ തീർത്ഥം പിടിച്ച ആലുമൂടിൻ്റെ അടക്കം ഉള്ള സ്ഥലങ്ങളിൽ മോഷണം നടന്നു. ചേരാവള്ളി തുടങ്ങിയ വിവിധ സ്ഥാപനങ്ങളിൽ നടന്നു. ഇത് ടൗണിൻ്റെ ഹൃദയഭാഗത്ത് തന്നെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. മാർക്കറ്റിൻ്റെ അകത്ത് തന്നെയാണ്. അപ്പോൾ ഇത് സംബന്ധിച്ച് ശക്തമായ പെട്രോളിംഗ് വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കായംകുളം DSPക്ക് കത്ത് നൽകുക. തുടർ നടപടികൾ അവരുടെ പുരോഗമനമായുള്ള കാര്യങ്ങളിൽ എല്ലാവിധ വ്യാപാരി വ്യവസായ സമിതി തുടർന്നത് അതിൻ്റെ കാര്യങ്ങളിലേക്ക് ഉള്ള മുന്നോട്ട് പോകുന്നതിൻ്റെ എല്ലാവിധ സഹായങ്ങളും ഇവിടുത്തെ വ്യാപാരികൾക്ക് ചെയ്യുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. കായംകുളം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി വ്യാപാരികളുടെ പരാതിയിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് മലയാളം, ആലപ്പുഴ.